പക്ഷെ ഇനി അങ്ങോട്ടുള്ള മുകളിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ് എന്ന് സംസാരിക്കണം. ഏതൊക്കെ സെക്ടറുകളാണ് ശ്രദ്ധിക്കേണ്ടത്. 2 സ്റ്റോക്ക് ഉണ്ട്. ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകണം. അപ്പോൾ ഇത് 20% പ്രോഫിറ്റ് എടുത്ത് അടയ്ക്കുകയാണോ ചെയ്യേണ്ടത്? പക്ഷെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രേക്ക്ഔട്ടിൽ മൂവ് ചെയ്ത അടുത്തൊരു മാർക്കറ്റ് സെക്ടേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓൾ ടൈം ഹൈ പോവോ അതോ ഇവിടെ നിന്ന് തിരിച്ചു പോവോ? പല ആൾക്കാരും കഴിഞ്ഞ വന്ന ടോപ്പിൽ മേടിച്ച് വെച്ച് പല സ്റ്റോക്കിൽ ഇപ്പം പ്രോഫിറ്റ് വന്നിട്ടില്ല. 20%, 50%. കാരണം അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൽ നിഫ്റ്റി ബ്രേക്ക്ഔട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റ് എൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റിയോ? തീർച്ചയായിട്ടും. കാരണം ആ ലെവല് ബ്രേക്ക് ചെയ്ത് ലാസ്റ്റ് 2 മാസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് എല്ലാരും കഷ്ടപ്പെട്ട് എന്ന ലെവലിനെ ഏകദേശം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. മുകളിലോട്ട് തന്നെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. പക്ഷെ ഒരുപാട് പേര് എനിക്കാണോ ലാസ്റ്റ് പോഡ്കാസ്റ്റ് നമ്മൾ പറഞ്ഞെങ്കിലും ഒരുപാട് പേര് ബെയറിഷ് ആ ഒരു ട്രെൻഡിലായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്തു. ഒരു 3 ഡേ അടുപ്പിച്ചുള്ള റിക്കവറി, അല്ല ഒരു നല്ല ബ്രേക്ക്ഔട്ട് കാൻഡിൽസ് തന്നെയാണ് തന്നിരിക്കുന്നത്. 25,600 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,600 ഒരു നല്ല ലെവലാണ്. ഒരു പക്ഷേ ഈ ബ്രേക്ക്ഔട്ടിന് ചിലപ്പോൾ റീടെസ്റ്റ് വന്നേക്കാം, അറിയില്ല. പക്ഷെ ഇനി അങ്ങോട്ടുള്ള മുകളിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ് എന്ന് സംസാരിക്കണം. ഏതൊക്കെ സെക്ടറുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ വരെ പോകും? ഈ ഒരു ബ്രേക്ക്ഔട്ട് തീർന്നോ? ഇനി ഇത് എവിടെ ഓൾ ടൈം ഹൈ പോവോ അതോ ഇവിടെ നിന്ന് തിരിച്ചു പോവോ? ഇതൊക്കെ നമുക്ക് സംസാരിക്കേണ്ട ടോപ്പിക്കാണ്. ഗ്ലോബൽ ഇഷ്യൂസ് എല്ലാം കെട്ടടങ്ങി ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇന്നലെ യുദ്ധമെല്ലാം അവസാനിച്ച് ശാന്തമായി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ അഗൈൻ വ്യാപാര കരാറിലോട്ട് ലോകം തിരിച്ചുപോയി എന്നുള്ളതാണ്. ആ ചർച്ചയിലോട്ട് ലോകം തിരിച്ചു. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വ്യാപാര കരാറിൽ ചൈനയായിട്ടൊരു വ്യാപാര കരാർ കൃത്യമായിട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഇന്ത്യയായിട്ട് ഒരു ബെഡാ കരാർ വരും എന്നാണ് ട്രംപ് അണ്ണൻ പറയുന്നത്. വരട്ടെ, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബെഡാ കരാർ വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ US മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 500 പോയിന്റിൻ്റെ ഡൗ ആണെങ്കിലും S&P 500 ഓൾ ടൈം ഹൈ ഹിറ്റ് ആവുന്നു. നാസ്ഡാക്കാണ് കുറച്ച് താഴേക്കുന്നത്, നാസ്ഡാക്കും തിരിച്ചു കയറുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷം, ഒരു ശുഭസൂചന എല്ലാ മാർക്കറ്റുകളിലും കാണുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് കൂടിയാണ് നമുക്ക് മെയിൻലി സംസാരിക്കുന്നത്. സുനിൽ പറഞ്ഞ പോലെ ഫിനാൻസ് സെക്ടേഴ്സിലാണ് ഏറ്റവും നല്ല ഹൈക്ക് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഫിനാൻസ് ആണ് എന്ന് ഉള്ളൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഫിനാൻസ് സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഹൈ പോരുന്നത്. ലൈക്ക് ഏറ്റവും വലിയ സന്തോഷം HDFC ബാങ്ക് 2000 ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം. എനിക്ക് ഒരുപാട് പേരുടെ HDFC ബാങ്ക് ഉണ്ട് നമ്മുടെ ഫോളോവേഴ്സിന്റെ. HDFC ബാങ്കിനെ കുറിച്ച് നമ്മൾ ഏകദേശം ലാസ്റ്റ് 1 ഇയർ ആയിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മുടെ ഓഫ്ലൈൻ മീറ്റപ്സ് നടന്നപ്പോഴും AI വെച്ച് സ്റ്റോക്കുകൾ അങ്ങനെ അനാലിസിസ് ചെയ്യാന്നുള്ളത്, ഞാൻ കോഴിക്കോട് നടന്ന ഇവന്റിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ HDFC ആയിരുന്നു. ആ സമയത്ത് 1600 എന്തോ റീജിയനിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലോഗ് എക്സിന്റെ കർവ് വെച്ചിട്ട് HDFCയുടെ പണ്ടുണ്ടായിരുന്ന 22% വളർച്ച ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ HDFC വളർന്നാൽ എവിടം വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്നു, അപ്പോൾ അതിനേക്കാൾ എത്ര താഴെയാണ് HDFC ഓക്കെ ആയി കഴിഞ്ഞാൽ പഴയ വളർച്ചയിലോട്ട് തിരിച്ചു പോയാൽ ഇപ്പോൾ എവിടെ എത്തും എന്നൊക്കെ ഒരു കർവ് വെച്ചിട്ട് ഞാൻ അവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 2700 എത്തണം അടുത്ത വർഷങ്ങളിൽ, അറിയില്ല. എനിവേസ് അങ്ങനെ 2000 ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 20-30% ഗ്രോത്ത് HDFC ബാങ്കിൽ കിട്ടി. എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സന്തോഷമാണ്. അത്യാവശ്യം എല്ലാവരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഫിനാൻസ് സെക്ടറാണ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ ചില സെക്ടേഴ്സ്, ഫിനാൻസിൽ തന്നെ നമുക്ക് NBFCs ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, പബ്ലിക് ബാങ്ക്സ്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രൈവറ്റ് ബാങ്കുകളാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്. HDFC, ICIC പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് മെയിൻലി നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം 30-35 ദിവസം ഒരേ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഔട്ടാണ്. അപ്പോൾ അത് ചില്ലറ ബ്രേക്ക്ഔട്ട് ആകുമോ അല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് 2 പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞൊരു കൺസേൺ ഉണ്ടായിരുന്നു, പബ്ലിക്കിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ പബ്ലിക് മണി വളരെ കുറവാണ്, അതുകൊണ്ടാണ് ബ്രേക്ക്ഔട്ടുകൾ സ്ലോ ആവുന്നത്, റാലീസിൻ്റെ വലിപ്പം കുറയാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനെ ന്യായീകരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ഉണ്ട്. അപ്പം അത് സംസാരിച്ചിട്ട് തുടങ്ങാം എന്നുള്ളതാണ്. HDFC ബാങ്ക് മുകളിലോട്ട് പോകാൻ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമായിട്ട് നോക്കുള്ളൂ HDB ഫിനാൻസിൻ്റെ IPO എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ IPO നോക്കുമ്പോൾ സാധാരണ മുമ്പൊക്കെ ഒരു IPOയിൽ എത്ര ഇരട്ടി സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ കഴിഞ്ഞ തവണത്തെ ബുള്ളിഷ് റാലിയിലൊക്കെ കണ്ടത്.
ബീറിഷ് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം പോലും ഈ IPOയിൽ 16.69 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നമ്മൾ കാണുകയാണ്. ഇറ്റ്സ് വെരി ഡീസൻ്റ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഇതിൽ പബ്ലിക് സാധാരണ റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുമ്പോൾ ആക്ച്വൽ IPOയ്ക്ക് വന്നിരുന്ന 55 സംതിങ് ആണ് വന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് 5.72 ടൈംസ് 5 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് റീറ്റെയിലേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായുള്ളൂ. കഴിഞ്ഞ എല്ലാ IPOസും പണ്ടത്തെ IPOs ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പുള്ള IPOs ഒക്കെ നോക്കുമ്പോൾ 50 ഇരട്ടി 25 ഇരട്ടി 30 ഇരട്ടിയൊക്കെ റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ വന്ന സാഹചര്യത്തിൽ നിന്ന് കറൻറ്റ്ലി റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താ? റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ ഫണ്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ പോലും ആക്ച്വലി IPOയിൽ ആക്റ്റീവ് ആവാറുണ്ട്. അവർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ HDB ഒന്നും അത്ര മോശം IPO ഒന്നുമല്ല. അത്യാവശ്യം ഇപ്പോൾ പോലും ലിസ്റ്റിംഗ് ഗെയിൻ 10% പ്രവചിക്കുന്ന ഒരു IPO തന്നെയാണ്. HDBയുടെ HDFC ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു GMP വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 10% to 6% ഒക്കെ ഇപ്പോഴും ലിസ്റ്റിംഗ് അടുത്ത ദിവസമാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റിംഗിൽ നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് പോലും പബ്ലിക് ഒട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ ഫണ്ടിൻ്റെ വലിയ പ്രോബ്ലംസ് ഉണ്ട്, ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം RBI ഇത്രയും ഫണ്ട് ലിക്വിഡിറ്റി പമ്പിങ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഓവറോൾ നിഫ്റ്റി ടോട്ടൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലൊക്കെ മാർക്കറ്റ് വലിയ റിക്കവറി നടത്തുന്നതായിട്ട്, മിഡ് ക്യാപ്പ് ഉൾപ്പെടെ സെലക്റ്റിലൊക്കെ വലിയ റിക്കവറിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. നമുക്ക് നല്ല റിക്കവറി. കുറച്ചുകൂടി സ്റ്റോക്സ് ഒക്കെ ബൈ ബാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. FIS വലിയ ബൈ വ്യാഴാഴ്ച ചെയ്തു. അത് എല്ലാവരും 10,000 എബോ ഉള്ള ഒരു ബൈ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും കിളി, ഇവന്മാർ ഇത്രയും ബൈ ചെയ്തോ എന്നല്ല വിശ്വസിച്ച് പോയെ. ആക്ച്വലി ഇത് ബ്രേക്ക്ഔട്ട് ആണ്. 25,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലോട്ട് പോകും. അതായത് ഉള്ള 26,300 റേഞ്ച്, ആ ലെവലും കൂടി മാർക്കറ്റിന് പിടിച്ചു നിർത്താൻ പറ്റിയാൽ ചിലപ്പോൾ ഒരു ന്യൂ ഹൈ, ഒരു 26,900 വരെയൊക്കെ നമുക്കൊരു എക്സ്ട്രീം കേസിൽ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം കൂടുതൽ കൺസേൺ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത മാസങ്ങളിൽ അത് മനസ്സിലാവും. ഇപ്പോൾ 26,300 മാർക്കറ്റ് എത്തിയാൽ തന്നെ വാല്യുവേഷൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. മാർക്കറ്റ് താഴെ പോയത് വാല്യുവേഷൻ പ്രോബ്ലം കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാല്യുവേഷൻ പ്രോബ്ലം തീരണമെങ്കിൽ എന്ത് വേണം? ഏണിങ്സ് നന്നാവണം. പി റേഷ്യോയിൽ ഏണിങ്സ് നന്നായാൽ മാത്രമാണ് വാല്യുവേഷൻ നന്നാവത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുവേഷൻ വീണ്ടും പഴയ റേഞ്ചിലോട്ട് പോയി എന്ന് തന്നെയല്ലേ. കാരണം ഒറ്റ ക്വാർട്ടറിൽ നല്ല റിസൾട്ടും തന്നിട്ടില്ല. Q1 റിസൾട്ടുകൾ ജൂലൈ മുതൽ വന്ന് തുടങ്ങും. അപ്പോൾ ജൂലൈയിൽ Q1 ഒരു ആവറേജ് കഴിഞ്ഞ തവണ Q4 നല്ല റിസൾട്ട് തന്നാൽ പോലും വാല്യുവേഷൻ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവില്ല, വലിയ മെച്ചപ്പെടലുകൾ ഉണ്ടാവണം. പക്ഷെ Q1 കൂടുതൽ Q2 റിസൾട്ട് വരുമ്പോൾ അടുത്ത 3 മാസം കൂടി കഴിഞ്ഞിട്ടേ വളരെ മികച്ച റിസൾട്ട്സ് വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. അങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ Q1 അഡ്വാൻസ് ടാക്സ് അടച്ച റിസൾട്ട്സ് നമ്മൾ നോക്കുമ്പോൾ കോർപ്പറേറ്റിൽ അഡ്വാൻസ് ടാക്സ് വളരെ വലിയ മെച്ചമൊന്നും കാണുന്നില്ല. മീൻസ് അഡ്വാൻസ് ടാക്സ് ആരും അധികം നന്നായിട്ട് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടുകൾ അത്രയും ഹെവി അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോർമൽ റിസൾട്ട് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. റിസൾട്ട് നന്നാവാതെ വാല്യുവേഷൻ നന്നാവില്ല. വാല്യുവേഷൻ നന്നാവാതെ കൂടുതൽ ഉയരങ്ങളിലോട്ട് മാർക്കറ്റിന് പോകാൻ പറ്റില്ല. കാരണം എന്താ? 2 റീസൺ കൊണ്ടാണ് മാർക്കറ്റിന് മുകളിൽ പോകാൻ പറ്റുക. ഒന്നാമത്തെ റീസൺ ഹൈ ലിക്വിഡിറ്റി വേണം. രണ്ടാമത്തെ റീസൺ നല്ല വാല്യുവേഷൻ, അതായത് നല്ല റിട്ടേൺ ഏണിങ്സ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിന് മുകളിൽ പോകും. അപ്പോൾ ഏണിങ്സ് വരുന്നുമില്ല, ഇപ്പുറത്ത് ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ റാലി കിട്ടുന്നത്. ഈ റാലി ഭയങ്കര തകർപ്പൻ റാലി ആകും എന്ന് പ്രതീക്ഷിക്കേണ്ട, ചെറിയ റാലി മാത്രമേ ഉണ്ടാവാൻ സാധിക്കൂ. പക്ഷെ അത് മാത്രമല്ല, ഗ്ലോബൽ ഇൻഡെക്സുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അമേരിക്കയുടെ നാസ്ഡാക്കും ഡൗ ജോൺസ് ഒക്കെ, ഡൗവും S&P 500 നന്നായിട്ട് ഗ്ലോബലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഗ്ലോബലി ഉണ്ടായിരുന്ന ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് മാറി മൊത്തത്തിലൊന്ന് പച്ച പിടിച്ച ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷെ എന്താ ഇതിൻ്റെ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും കഴിഞ്ഞ തവണത്തെ ടോപ്പിൽ മേടിച്ച് വെച്ച് പല സ്റ്റോക്കിലും ഇപ്പോഴും പ്രോഫിറ്റ് വന്നിട്ടില്ല. 20%, 50%. കാരണം ഈ റാലിയിൽ ചില സെക്ടേഴ്സ് മാത്രമേ ഇപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ സെക്ടേഴ്സ് ഏതൊക്കെ സെക്ടേഴ്സാണ് പങ്കെടുക്കുക നമ്മൾ റെഗുലർലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും സെക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ ചില വേർഡ്സ് ഉണ്ട്. ചില പോക്കറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് പമ്പ് ആവുന്നത്. ഈ പോക്കറ്റ്സിൽ, അത് ഈ പോക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ടേഴ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഈ റാലിയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ തിരിച്ച് പ്രോഫിറ്റിൽ കയറി, ഓട്ടോമാറ്റിക്കലി തിരിച്ച് കയറിയിട്ടുണ്ടാവും. കാരണം എന്താ? മ്യൂച്വൽ ഫണ്ട് ഹൗസ് കൃത്യമായിട്ടുള്ള ഈ പോക്കറ്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്തു? പലരും എന്ത് ചെയ്തിട്ടില്ല, ഇത്തരത്തിലുള്ള പോക്കറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ല സ്റ്റോക്കുകളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. NBFCസും ഫിനാൻസും ആണ് ഏറ്റവും നന്നായിട്ട്. തീർച്ചയായിട്ടും. കാരണം എന്റെ ഒക്കെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാണ്ട് ബെയറിഷ് മാർക്കറ്റിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് റെഡ് തന്നെയാണ് എന്ന് ഞാൻ പറയാണ്ട്. പക്ഷെ എന്റെ നല്ല റിട്ടേണിലോട്ട് തിരിച്ചു വന്നു. സോ എനിക്ക് തോന്നുന്നു അല്ലേ, അതിനൊരു കാരണം ഈ റാലിയിൽ ഫിനാൻസ് സ്റ്റോക്ക് ഡിപ്പിലെല്ലാം ഞാൻ ഫിനാൻസ് സ്റ്റോക്ക് ആണ് ആഡ് ചെയ്തത്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഹെവി വെയ്റ്റ്സ് ആണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റി ആണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, നിഫ്റ്റി 100 ആണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. നിഫ്റ്റി തന്നെ റിലയൻസ്, HDFCയും ICICI ആണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് സ്റ്റോക്കുകളാണ് നല്ലത്. ഹെവി വെയ്റ്റ്സ് ആണ്. ക്ലോസ് ചെയ്തിട്ട് അത് ഫിനാൻസിലേക്ക് റിലയൻസ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റും. റിലയൻസ് അതിന്റെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻസിൽ തന്നെ മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്നില്ല. റിക്കവറി ചെയ്തിരുന്നെങ്കിൽ വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു പുതിയൊരു പോക്കറ്റ്സ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ശ്രദ്ധിച്ച, കഴിഞ്ഞ പോഡ്കാസ്റ്റിലും ചെറുതായിട്ട് സൂചിപ്പിച്ചൊരു ഇത്, സിമെന്റ് സെക്ടർ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ വലിയൊരു ജമ്പ് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. സിമെന്റ് സ്റ്റീല് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ലിക്വിഡിറ്റി പമ്പ് ചെയ്യാണ്. റിസർവ് ബാങ്കിൻ്റെ ആയിരുന്നു ഒക്കെ ആയിട്ട് ലിക്വിഡിറ്റി പമ്പ് ചെയ്യുമ്പോൾ ആദ്യം ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു സെക്ടർ ഇൻഫ്രാസ്ട്രക്ചറാണ്, കൺസ്ട്രക്ഷൻ മേഖലകളൊക്കെയാണ്. അപ്പോൾ അവിടെ വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള സിമെന്റ്, സ്റ്റീല് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഗ്രോത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മിക്കവാറും ആ ഒരു സെക്ടർ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ഗ്രോത്തിലോട്ട് പോകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം അതിൽ തന്നെയുള്ള നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ആണ് ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് റീഡ് ചെയ്യുന്നത്. പിന്നെ മെജോറിറ്റി ഓഫ് ഈ പറഞ്ഞ റാലിയിൽ വന്ന ലീഡേഴ്സ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടുതൽ സ്ട്രോങ് ആവുന്ന ഫീലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് അവിടെ എനിക്കൊരു എന്താ പറയാ, ഒരു ഫിയർ ഫാക്ടർ ഈ ലിക്വിഡിറ്റി ഇഷ്യൂ ആണ്. ഇത് എവിടം വരെ ലിക്വിഡിറ്റി പറഞ്ഞ് കുറച്ച് നാളുകളായിട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അതൊരു സീരിയസ് ആയിട്ട് ലിക്വിഡിറ്റി മീൻസ് ഇപ്പം അപ്പൊ ഒന്ന് നോക്കൂ, HDB ബാങ്കിന്റെ പബ്ലിക് മേടിക്കാൻ ആരും ഇല്ല, 5 ഇരട്ടി ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ കുറവാണ്. സാധാരണ 50 ഇരട്ടി 100 ഇരട്ടിയും ഒക്കെ ആലോചിക്കണം. ഇപ്പൊ ഒരുപാട് ഡിപ്പ് പോയപ്പോ ആളുകൾ ആവറേജ് ചെയ്ത് അവരിൽ കാശില്ല. അല്ല, അതൊരു റീസൺ ആണ്. പക്ഷെ പബ്ലിക് ഇപ്പൊ IPO അപ്ലൈ ചെയ്യുന്നവര്, IPO മാത്രം അപ്ലൈ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ മാർക്കറ്റ് വിട്ടുപോയി. അല്ല, അത് മാത്രമല്ല, ഈ ഒരു ബിയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് അതും ഒരു റീസൺ തന്നെയാണ്. അപ്പോൾ അതായത് മാർക്കറ്റിന് ഇപ്പൊ ഈ തവണ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തൊരു 26,000, 27,000, 28,000 മാർക്കറ്റിന് പോകണം എന്ന് വിചാരിക്കും. അങ്ങനെ പോകണമെങ്കിൽ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം? അവരെക്കാൾ കൂടുതൽ റീറ്റെയിലേഴ്സ് മണി പമ്പ് ചെയ്യണം. ശരിയല്ലേ? കാരണം ഇവര് ഓണാക്കി തരും ഏറ്റവും ടോപ്പില്. അതെ, അവര് കഴിഞ്ഞ ടോപ്പില് ഇട്ട ആൾക്കാര് ഈ ടോപ്പില് ചിലപ്പോ ബുക്ക് ചെയ്ത് മാറുകയും ചെയ്യും കേട്ടോ. അതായത് ഇപ്പൊ മേ ബി കുറെ പേരുടെ പോർട്ട്ഫോളിയോ ഒന്നും പോസിറ്റീവ് ആയിട്ടുണ്ടാവില്ല, അപ്പൊ നെഗറ്റീവ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവര് തിങ്ക് ചെയ്യുന്ന എന്താ, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടില്ല, എന്റെ സ്റ്റോക്സും പോസിറ്റീവ് ആയിട്ട്, ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് മണ്ടത്തരാണെന്നായിരിക്കും അവർ കൂടുതൽ പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വർക്ക് ചെയ്യാത്ത ബാഡ് സ്റ്റോക്കുകൾ ആവറേജ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് പമ്പ് ചെയ്യാൻ പൈസ ഇല്ല. ഇപ്പൊ തന്നെ ലാസ്റ്റ് മന്ത് നമ്മളെ കാക്കനാട് വെച്ച് 5 പൈസ നടത്തിയ ഇവന്റിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. നമ്മൾ ലോസിൽ പോകുന്ന സ്റ്റോക്കുകൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്തിറങ്ങുകയും ലാഭത്തിൽ പോകുന്ന സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഈ ലോസിൽ പോകുന്ന സ്റ്റോക്കിൽ നിന്നുള്ള പൈസ ഈ ലാഭത്തിലുള്ള സ്റ്റോക്കുകളിലോട്ട് പമ്പ് ചെയ്യുകയും ചെയ്താലാണ് റിയൽ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ മാർക്കറ്റിന്റെ മുകളിൽ പെർഫോം ചെയ്യുള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ ആൾക്കാരെല്ലാവരും എന്താ ചെയ്യുക, താഴത്തോട്ട് പോകുമ്പോൾ ലോസിലുള്ള സ്റ്റോക്കുകളിലോട്ട് വീണ്ടും 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 ആവറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് പറഞ്ഞ റീസെന്റ് എവിടെയോ പറഞ്ഞ ഇത് എനിക്ക് കേൾക്കണം. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് ചെയ്യാണ്, ആ ബിസിനസ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഹോട്ടൽ ബിസിനസ് ആണ്, പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ആ പൊട്ടുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് നിർത്താം. എന്നിട്ട് നമുക്ക് അറിയാവുന്ന വേറെ ബിസിനസ് തുടങ്ങാമെങ്കിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് A എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്. ഇതിൽ A എന്ന് പറയുന്ന ബിസിനസ്സിൽ നമുക്ക് എല്ലാ മാസം 50,000 നഷ്ടമാണ്. B എന്ന് പറയുന്ന ബിസിനസ് എല്ലാ മാസം 1 ലക്ഷം രൂപ ലാഭമാണ്. എന്ത് ചെയ്യുന്നു? A ബിസിനസ് പൂട്ടിയിട്ട് B എന്ന് പറയുന്ന ബിസിനസ്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ? ഇതല്ലേ നമ്മൾ പോർട്ട്ഫോളിയോയിലും ചെയ്യേണ്ടത്. 2 സ്റ്റോക്ക് ഉണ്ട്, ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകണം. അപ്പൊ ഇത് 20% പ്രോഫിറ്റ് എടുത്ത് അടയ്ക്കുകയാണോ ചെയ്യേണ്ടത്?
റൈറ്റ്. നന്നായിട്ട് പോണ ബിസിനസിനെ കൂടുതൽ ഉയരത്തിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? കൂടുതൽ മണി നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ പലരും ചെയ്യുന്ന മിസ്റ്റേക്കിന് എല്ലാരും എന്ത് ചെയ്യുന്ന അറിയോ? 10%, 20% എത്തുമ്പോൾ ഇത് ബുക്ക് ചെയ്ത് മാറ്റും. എന്നിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുപോയിടും. ഇതോ കൊല്ലങ്ങളോളം അനങ്ങാതെ ഇങ്ങനെ കിടക്കും. ലാസ്റ്റ് പോർട്ട്ഫോളിയോ 20 കൊല്ലമായിട്ട് നിന്നിട്ടും അല്ലെങ്കിൽ 5-6 കൊല്ലമായിട്ടും ഈ സ്റ്റോക്ക് മാത്രം കയറി ഉണ്ടാവില്ല. കാരണം ഇത് കയറാത്ത സ്റ്റോക്കാ. കയറുന്ന സ്റ്റോക്ക് നമ്മൾ വിറ്റതിന് ശേഷം 200-100% പോയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് എന്നുള്ളത് തന്നെയാണ്. അതെ, സ്വിംഗ് ട്രേഡേഴ്സിന് തലപൊക്കാറായോ എന്നുള്ള കേസിൽ എനിക്ക് ഇപ്പോഴും നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ആ സെക്ടറുകളിൽ സ്വിംഗ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ആ സെക്ടറുകളിൽ സ്വിംഗ് ചെയ്യാം. ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് ബ്രേക്ക്ഔട്ട് കണ്ടുപിടിച്ച് എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് അല്ല. കാരണം ഇപ്പോഴും 50% സ്റ്റോക്കുകൾ മാത്രമാണ് 200-day മൂവിങ് ആവറേജിന് മുകളിൽ എത്തിയിട്ടുള്ളൂ. ഫൈൻ. ഇറ്റ് മീൻസ് ഇത് റാലി ആണെങ്കിലും, നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് റാലി ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട 2023-24 കാലഘട്ടങ്ങളിൽ കണ്ട ഒരു റാലി അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ സുനിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞു. നല്ല റിട്ടേൺ ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വലിയ പെർഫോമൻസ് ആയിട്ടില്ല, പക്ഷെ തിരിച്ചു കയറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കമ്പയർ ടു ഫിനാൻസ് നോക്കുമ്പോൾ മോശമാണ്. അതിന്റെ റീസൺ IT സെക്ടേഴ്സ് ആണ്. IT സപ്പോർട്ട് ചെയ്യാത്തതാണ്. IT നാസ്ഡാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സപ്പോർട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പൊ പോർട്ട്ഫോളിയോയിൽ IT സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതല്ല, ഇതിൽ കൂടുതലായിട്ട് നന്നായിട്ട് പോർട്ട്ഫോളിയോ കയറിയാണ്. ട്രംപ് കിടന്ന് ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം IT സ്റ്റോക്സ് ഒരു അനിശ്ചിത അവസ്ഥയിലാണ്. മിഡ് ക്യാപ്പ് ഒക്കെ തിരിച്ചു വന്ന് ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി 500 ആണെങ്കിലും അത്യാവശ്യമൊക്കെ തിരിച്ചു കയറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ 500-ലൊക്കെ നോക്കുമ്പോൾ ഒരു 50% സ്റ്റോക്സ് മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ചില സെക്ടേഴ്സ് മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇൻഫ്ര, കമ്മോഡിറ്റീസ്, മാനുഫാക്ചറൽ, ദെൻ മെറ്റൽ, കൺസപ്ഷൻ, ഇതെല്ലാം ഒന്ന് അനങ്ങി, ഇത്രയും സെക്ടേഴ്സ് റീസെന്റ് ആയിട്ടൊന്ന് അനങ്ങി ഒരു അനക്കം വെച്ച് തുടങ്ങി എന്നാണ്, ഒരു സ്ട്രെങ്ത് വന്നു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ബാങ്കുകൾ എഗെയിൻ ഒരു സ്ട്രോങ് സ്ട്രെങ്ത് കാണിക്കുന്നത്, ഏറ്റവും ലീഡറായിട്ട് നിൽക്കുന്നത് ഇറ്റ്സ് പ്രൈവറ്റ് ബാങ്ക്. ഞാനിങ്ങനെ ആലോചിക്കണം, എത്ര സ്പീഡിലാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ടോപ്പിക്സിൽ ആ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ. ലൈക്ക് നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് മാർക്കറ്റ്, പക്ഷെ കണ്ടിന്യൂസ്ലി ആ ഒരു ഓളമൊക്കെ അല്ലതല്ലി നിന്ന് കടല് ശാന്തമായി എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുന്നു അടിപൊളിയായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പിലും നമ്മൾ എല്ലാവർക്കും അവരുടേതായ അഡ്വൈസ് കൊടുത്ത് അവർ കൂടെ നിർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പല ഡിപ്പുകളിലും നിങ്ങൾ പേടിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, നിങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റോക്കുകൾ, ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് 5% വീഴ്ത്തി എന്നൊക്കെ നമ്മള് നിങ്ങൾ വാങ്ങി ഇതൊരു ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് വാങ്ങും ഫിനാൻസ് സ്റ്റോക്കുകളിൽ നിന്ന്, നമുക്ക് ധൈര്യമായിട്ടൊന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. സുലി ഇറാൻ ഇസ്രായേൽ ഇത് ഓപ്പർച്യൂണിറ്റീസ് കുറെ എന്ന് പറയുന്ന ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത് ഓർക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കയറ്റം ഉണ്ടെങ്കിൽ അല്ലെ ഒരു ഇറക്കവും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഈ കയറ്റത്തിൽ പേടിക്കണം, ഉറപ്പായിട്ടും പേടിക്കണം എന്നല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ പോസിറ്റീവായിട്ട് ഒരു ഇറക്കത്തിൽ ഒരു കയറ്റം ഉണ്ടാവുന്ന ആ കയറ്റാണ് നമ്മൾ കാണുന്നത്. എപ്പോഴാണ് ഇറക്കം ഉണ്ടാവുന്നതെന്നുള്ള ഫിയർ മാത്രമേ ബാക്കി പറയുന്ന ലിക്വിഡിറ്റി ഇഷ്യൂ ഒക്കെ മേ ബി വരാം, പക്ഷെ അതൊക്കെ നികന്ന് പോകട്ടെ. എനിക്ക് തോന്നുന്നു ഈ പോക്ക് ഒരു 26,300 വരെയൊക്കെ പോവാൻ തന്നെയാണ് സാധ്യത. ഹൈ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഓൾ ടൈം ഹൈയിലോട്ട് തന്നെയാണ് പോകുന്നത്. 26,300 കംപ്ലീറ്റ് ആവും തന്നെ എനിക്ക് തോന്നുന്നത്. ബട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകണമെങ്കിൽ Q1 ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടുകൾ ഉണ്ടാകണം, Q2 നന്നാവണം. അപ്പം അത്രയും ഒരു നല്ല റിസൾട്ടുകൾ കറണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് റിസൾട്ടുകൾ നല്ലതാണെങ്കിൽ ഇത് നമുക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ മാറ്റി പറയാൻ മടിയുണ്ടായിട്ടല്ല. കാരണം നമ്മൾ ഡേറ്റേനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ലെവലുകളെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ബുള്ളിഷായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ, മാർക്കറ്റ് ബീറിഷായാലും ഞാൻ തിരിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. മാർക്കറ്റിൻ്റെ കൂടെ കോമ്പറ്റീറ്റീവ് അല്ല നമ്മൾ ചെയ്യേണ്ടത്, മാർക്കറ്റിൻ്റെ കൂടെ പോവുക, ട്രേഡ് വിത്ത് ട്രെൻഡാണ് ചെയ്യേണ്ടത്. അവിടെ ഈഗോസിനോ നിലപാടുകൾക്കോ ഒന്നും വലിയ പ്രസക്തികളൊന്നുമില്ല. ഗോ വിത്ത് ട്രെൻഡ്, ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ ബുള്ളിഷ് ആണെങ്കിൽ ഞാൻ ബുള്ളിഷായിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല, മാർക്കറ്റിൻ്റെ കൂടെ നമ്മൾ ഡിസിഷൻ എടുത്ത് പോവുക. എഗെയിൻ ഇപ്പോൾ പോയി അല്ല നിങ്ങൾ സ്റ്റോക്സ് ആഡ് ചെയ്യേണ്ടത്, അതുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്താണ്. പലരും ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ സമയത്ത്
ട്രംപ് അണ്ണൻ മാർക്കറ്റിനെ പൊട്ടി പൊട്ടിച്ചപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോഴും ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നപ്പോൾ മാർക്കറ്റ് ഫാൾ കിട്ടിയപ്പോഴൊക്കെയാണ് നിങ്ങൾ അപ്പൊ എല്ലാരും ഇപ്പൊ മാർക്കറ്റ് കയറിയില്ല ഇന്നിപ്പോ കുറച്ച് സ്റ്റോക്സ് ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഇപ്പൊ കാണുമ്പോ എന്താ ഇപ്പൊ കാണുന്നല്ലോ ഇവര് സ്റ്റോക്ക് ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രേക്ക് ഔട്ടിൽ മൂവ് ചെയ്ത അടുത്തൊരു മാർക്കറ്റ് സെക്ടേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലീഡേഴ്സ് കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകും, പക്ഷെ അത് അവസാന പേസിലോട്ടാണോ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അവസാനം കൊണ്ട് എൻ്റർ ചെയ്ത് പണി മേടിക്കരുത്. പക്ഷെ ഇപ്പം അനങ്ങി തുടങ്ങിയ ചില സെക്ടേഴ്സ് അത്യാവശ്യം നന്നായിട്ട് അനങ്ങാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. സിമെൻറ്റ് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിലെ നല്ല സ്റ്റോക്കുകൾ ഒരു പക്ഷേ നമുക്ക് അടുത്ത കുറച്ച് ടൈമിലോട്ട് നല്ലൊരു ഗ്രോത്ത് തന്നേക്കാം. മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ അത്രയും മോശമൊന്നുമല്ല, ഇറ്റ്സ് ഗുഡ് ആണ്. Q1 Q2 മാർക്കറ്റിനെ തീരുമാനിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോക്കുകൾ തിരിച്ചു കയറി പോർട്ട്ഫോളിയോ ഗ്രീൻ പോർട്ട്ഫോളിയോ നിഫ്റ്റിനേക്കാൾ കൂടുതൽ തിരിച്ചു കയറിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കൊരു ലോസും കൂടി കവർ ചെയ്തിട്ടാണ് എനിക്ക് പച്ച കിട്ടിയത്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു, അതാണ് നമ്മൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാം എന്നറിയണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ വന്ന പ്രോഫിറ്റ് ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ അതിനേക്കാൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്തിലോട്ട് എത്തിയോ. ഇല്ലെങ്കിൽ നിങ്ങൾ റോങ് ആണെന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ അടുത്ത ഫാളിൽ നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. സെക്ടർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കമന്റ് ഇടും, സെക്ടർ റൊട്ടേഷന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ നാളെ ചോദിക്കുന്നു. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് സെക്ടർ റൊട്ടേഷന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സെക്ടർ റൊട്ടേഷൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വിദ്യ എല്ലാ സെക്ടറിന്റെയും മൂവിങ് ആവറേജ് കൃത്യമായിട്ട് നോക്കുക. ഏതൊക്കെ സെക്ടറിന്റെ 50% കൂടുതൽ സ്റ്റോക്കുകളാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാം അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആണോ? സിമ്പിൾ തിങ്. നമ്മൾ ഓരോ സെക്ടറിന്റെയും ബ്രെഡ്ത്ത് നോക്കുക, ഇതാണ് ഏറ്റവും സിമ്പിൾ. അല്ല, അതായത് 50% കൂടുതൽ സ്റ്റോക്സ് 200 മൂവിങ് ആവറേജിന് മുകളിലുണ്ടോ, കൂടുതൽ സ്റ്റോക്സ് 100 മൂവിങ് ആവറേജിന് മുകളിലുണ്ടോ, ഈ ഒരു റേഷ്യോ നോക്കുക. ഇതിൻ്റെ അകത്ത് ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവരെടുക്കുക. പിന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഞാൻ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന RS ഇൻഡിക്കേറ്റർ, റിലേറ്റീവ് സ്ട്രെങ്ത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന RSI അല്ല, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ആയിട്ടുള്ള കമ്പാരിസൺ കിട്ടും. ഇതുകൂടി ഈ ഇൻഡിക്കേറ്ററോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്ത് ഈ സെക്ടർ അടിപൊളിയാണോ, നിഫ്റ്റിയൊക്കെ അടിപൊളിയാണോ. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഏത് സെക്ടറാണ് ഏറ്റവും ടോപ്പിൽ പെർഫോം ചെയ്യുന്നത്, ഏത് സെക്ടറാണ് ഏറ്റവും ഡൗണിൽ പെർഫോം ചെയ്യുന്നത് റാങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റാങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ റാലി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാൻ പറ്റും. പ്ലസ് പെട്ടെന്ന് റിലേറ്റീവ് സ്ട്രെങ്ത്തിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്ന സെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സെക്ടർ റൊട്ടേഷന് വേണ്ടിയിട്ടുള്ള സെക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതേ പണി സെക്ടറിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റോക്കുകളിൽ ചെയ്യണം. ഇത്രയും പണിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ്സ്, വിലയേറിയ കമന്റുകൾ കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.